ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രേപ്പ് കളറാണ് കേട്ടോ, നല്ല മുന്തിരി കളർ. ആ ഒരു പാറ്റേൺ നമ്മൾ ഇതേപോലെ എ ലൈൻ, ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ പ്ലീറ്റ്സ് തന്നെ ഉള്ള പാറ്റേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എ ലൈൻ വിത്ത് സിമ്പിൾ ആയിട്ട് ഇതേപോലെ നല്ലൊരു യോക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഓവൽ ഷേപ്പ് യോക്ക്, ഒരു സ്ക്വയർ യു ഉള്ള ഷേപ്പാണ് താഴോട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളൊരു വി കട്ടിങ് ഇടയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ യോക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല തിക്കായിട്ട് ത്രെഡ് കൊണ്ടുള്ള ഒരു നല്ല വർക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഹെവി വർക്കാണ് കണ്ടോ, ഫുൾ ഒരുപാട് ത്രെഡ് വർക്ക് യൂസ് ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് അതിന്. നമ്മൾ ഒത്തിരി തിളക്കമുള്ള ഒന്നുമല്ല, നല്ല ത്രെഡ് കൊണ്ടുള്ള ഫുൾ വർക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പം ഇതൊരു കളർ, നല്ല ഗ്രേപ്പ് കളറിലോട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇനി സെയിം തന്നെ നമ്മൾ ബ്ലാക്കിലോട്ടും ചെയ്തിട്ടുണ്ട്. സെയിം ഇത് യോക്ക് ഷേപ്പ് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ ഒരു ബക്കറ്റ് ഷേപ്പ് യോക്ക് താഴോട്ട് കൊടുത്തിട്ട് വി കട്ടിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്കിന്. ഇത് ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ കളർ. ബ്ലാക്ക് എപ്പോഴും കാണിക്കുമ്പോൾ ചെറിയൊരു ഡള്ളായിട്ടൊരു ലുക്ക് കാണിക്കും. ഇനി ഈ ഗ്രേപ്പ് കളർ തന്നെ നമ്മൾ യോക്ക് വേറെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല അടിപൊളിയാണ്. ഇതും ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ. ഇതിനകത്തോട്ട് ഫുള്ളി ത്രെഡും സീക്വൻസും ഉള്ള വർക്കാണ്. ഇതും ഈ ഒരു ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു യോക്ക് ഷേപ്പ് ഇതേപോലെ ഉണ്ടാവും. ഡിസൈനും വ്യത്യാസമാണ് കേട്ടോ, സെയിം കളറാണ്. ഇത് എ ലൈൻ വിത്ത് നമ്മൾ ഫ്രണ്ടിൽ ഫുള്ളി പ്ലീറ്റ്സ് വെച്ചിട്ടുണ്ട്. നല്ല വയറുള്ളവർക്കൊക്കെ നല്ല ഒതുങ്ങി തോന്നും കേട്ടോ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലെങ്ത് 48 വരുന്നുണ്ട്. ഞാൻ സെയിം ടോൺ തന്നെ ബോട്ടം ഞാൻ വേറെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ടോപ്പും ദുപ്പട്ടയാണ് കാണിക്കുന്നത്. നമ്മൾ ഈ ഒരു സെയിം ജോർജറ്റിന്റെ ഫാബ്രിക് തന്നെ കട്ട് ചെയ്തിട്ട് ദുപ്പട്ട ആക്കിയിട്ടുണ്ട്. ദുപ്പട്ട വേണം എന്നുള്ളവർക്കാണ് പെയർ ചെയ്ത് ചോദിക്കുന്നത്. അതല്ല ഷോള് വേണ്ടാന്നുള്ളവർക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു ആംഗിൾ ലെങ്ത്തിന്റെ ബോട്ടം ഒക്കെ ഇട്ട് വെയർ ചെയ്ത് സിമ്പിൾ ടോപ്പായിട്ടും യൂസ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയാ, ഒരു യോക്കിൽ ഫുള്ളി ത്രെഡ് കൊണ്ടുള്ള ഒരു എംബ്രോയിഡറി ഉള്ള ഒരു ഡിസൈൻ ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ ചെയ്തേക്കണം. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ക്ലോസ് ആയിട്ട്. ഇതേപോലെ ഫുൾ കണ്ടോ സർ, ഈ ത്രെഡ് കൊണ്ടുള്ള വർക്കാണ്. ഗോൾഡനും എല്ലാ കളറും ത്രെഡ് യൂസ് ചെയ്തിട്ട് നല്ലൊരു വർക്കാണ് കണ്ടോ. ഇതുപോലെ ഇത് നമ്മൾ 2 കളേഴ്സിലേക്ക് ചെയ്തിട്ടുണ്ട്. 2 യോക്കും ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വി നെക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. നല്ല സ്ലിം ആയിട്ട് തോന്നും. അതുപോലെ തന്നെ ഇത് നമ്മൾ ഒരു റൗണ്ട് നെക്ക് വെച്ചിട്ട് ചെറിയൊരു വി കട്ടിങ് വെച്ചിട്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്തേക്കുന്നത്. ഇത് കോഫി കളർ ആണ് കേട്ടോ. കോഫി കളറിലോട്ട് ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് കുറച്ചൊരു ഒരു സിൽക്കി ലൈക്ക് ആണ് കണ്ടോ. ഇതുപോലെ ഒരു ചെറിയൊരു അങ്ങനത്തെ ഒരു ഡിസൈൻ നല്ല സെൽഫ് ഒരു വീവിംഗ് പോലെ വരുന്ന ഒരു ഫാബ്രിക് ആണ്. അങ്ങനെ 2 കളേഴ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലെങ്ത് 48 വരുന്നുണ്ട്. എ ലൈൻ പാറ്റേൺ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേണും വേറെ ചെയ്ത് കാണിച്ചു. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. നല്ലൊരു കളറാട്ടോ. കോഫി കളർ എല്ലാവർക്കും നല്ല സ്യൂട്ട് ആവുന്ന കളറാണ്. അപ്പൊ ഇതിന്റെ യോക്ക് വന്നിട്ട് ഇതേപോലെയാണ്. യോക്ക് റൗണ്ട് നെക്ക് വന്നിട്ട് ചെറിയ വി കട്ടിങ് കൊടുത്തിട്ട് ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ട്. ബ്ലാക്ക് ഞാനിത് റണ്ണിങ് മെറ്റീരിയലിൽ നിന്ന് കട്ട് ചെയ്തേക്കുന്ന കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ. അതും എന്റെ സൈസ് അല്ല, ഇത് വലിയ സൈസാണ്. അപ്പൊ അതുകൊണ്ട് ബ്ലാക്ക് ഇതേപോലെ ഇട്ടാൽ വേറെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പ് യോക്ക് കൊടുത്തിട്ട് പ്ലീറ്റ്സ് വെച്ചിട്ടുണ്ട്. നല്ല ഒതുങ്ങി നിൽക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ. ലെങ്ത് 48 വരുന്നുണ്ട്. ഷോള് വേണം എന്നുള്ളവർക്ക് വിത്ത് ദുപ്പട്ട, അല്ലാതെ ടോപ്പ് മാത്രമാണെങ്കിലും അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്